നമസ്കാരം. പ്രധാനമന്ത്രി കസേരയോട് ആർത്തി മൂത്തിട്ടാണ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു നാടകമാണ് ഭാരത് ജോഡോ യാത്ര. വലിയ രീതിയിൽ വിദേശത്ത് നിന്ന് കള്ളപ്പണമൊക്കെ ഭാരത് ജോഡോ യാത്രയിൽ ഒഴുകിയെത്തി. കൂടാതെ രാജ്യത്തിന് വേണ്ടി ഒരു പ്രയോജനവും ഈ ഭാരത് ജോഡോ യാത്ര കൊണ്ട് ഉണ്ടായിരുന്നില്ല. മറിച്ച് പ്രയോജനം കിട്ടിയത് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ്. അതായത് ശത്രു രാജ്യത്ത് നിന്ന് കിട്ടിയ കള്ളപ്പണങ്ങൾ, അതുകൂടാതെ വിദേശത്ത് നിന്ന് നിരോധിച്ച NGO സംഘടനകൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിന്റെ കയ്യിലും കള്ളപ്പണങ്ങൾ എത്തി. ഇത് വെളുപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പരിപാടിയാണ് ഭാരത് ജോഡോ യാത്ര. നിലവിൽ കേന്ദ്ര ഏജൻസികൾ ഭാരത് ജോഡോ യാത്രയെ പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം വാഹനങ്ങളുടെ അകമ്പടിയോടെ ഏറെ പണം ചെലവ് ചെയ്ത് നടത്തിയ ഈ പരിപാടിക്ക് പിന്നിൽ വിദേശ ഫണ്ടിംഗ് നടന്നിട്ടുണ്ടെന്നും അത് പരിശോധിക്കുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ മാത്രം ഭാരത് ജോഡോ യാത്രയുമായി കൈകോർത്ത NGO-കൾ 160 മുതൽ 180 എണ്ണം വരെയുണ്ട്. ഈ NGO-കളുടെ പങ്കിനെ കുറിച്ചും അന്വേഷണവും നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയും തുടച്ചു നീക്കാൻ എന്ന പേരിൽ അവതരിച്ച ഈ NGO-കളെല്ലാം ആത്യന്തികമായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വിദേശ ശക്തികളുടെ നിഗൂഢ അജണ്ടകൾ നടപ്പിലാക്കാനും വേണ്ടി നിലകൊള്ളുകയാണെന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മഹാരാഷ്ട്രയിലെ 150ഓളം വരുന്ന NGO-കൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ ആദ്യ നീക്കം മുഖ്യമന്ത്രിയായതിനു ശേഷം. പൊതുവെ BJP സർക്കാർ രാഹുൽ ഗാന്ധി നടപ്പിലാക്കുന്ന രഹസ്യ അജണ്ടകൾക്ക് നേരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഒരു PR ഏജൻസിയുടെ പ്രവർത്തനം പോലെ നടന്ന രാഷ്ട്രീയ ഷോ മാത്രമായിരുന്നു. മഴ നനഞ്ഞും രാത്രിയിൽ പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ, ഹിന്ദു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന ഭക്തനായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ, ക്രിസ്തീയ പുരോഹിതനായി ദൈവത്തെക്കുറിച്ച് സംവാദനം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ തുടങ്ങി ഒട്ടേറെ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഫോട്ടോഷൂട്ടുകളുടെ രാഹുൽ ഗാന്ധിയെ സങ്കല്പിക്കാവുന്നതിനപ്പുറമുള്ള വലിയൊരു നേതാവായി ചിത്രീകരിക്കുകയായിരുന്നു NGO-കളുടെ ലക്ഷ്യമെന്ന വിമർശനവും നേരത്തെ തന്നെ ഉയർന്നതാണ്. കുറച്ചു കാലമായി രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം തന്നെ NGO-കളുടെ അജണ്ട അനുസരിച്ചാണെന്നും ആരോപിക്കുന്നുണ്ട്. അതായത് NGO പറയുന്നതനുസരിച്ച് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുന്നു, വിഘടനവാദികളുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. ഓട്ടോറിക്ഷക്കാരുമായും സംവദിക്കുകയും സമയം ചെലവിടുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധി, ഭരണഘടനാ പുസ്തകം ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും, കർഷകർക്കൊപ്പം പാടത്ത് മുട്ടിനൊപ്പം ചെളിയിൽ കതിർ കൊയ്യുന്ന രാഹുൽ ഗാന്ധി എന്നിങ്ങനെ ഒട്ടേറെ പ്രതിബിംബങ്ങൾ ഫോട്ടോ ഷൂട്ടിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ NGO-കൾ ശ്രമിച്ചിരുന്നു എന്നതാണ് പരസ്യമായ രഹസ്യം. ദുർബല രാജ്യങ്ങളെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ഏജൻസികളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടകൾ ഇന്ത്യയിൽ നടപ്പാക്കുകയാണ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ദിവസം BJP വക്താവ് കൂടിയായ സംബിത് പാത്ര ആരോപിച്ചിരുന്നു. ഇതാദ്യമായാണ് BJP രാഹുൽ ഗാന്ധിയും ഡീപ് സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരസ്യമായ വിമർശനം BJP നേതാവ് ഉന്നയിക്കുന്നത്. എന്തായാലും രഹസ്യ അജണ്ടകളോടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ ഫണ്ടിങ്ങിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന NGO-കൾക്ക് മൂക്ക് കയറിടാൻ തന്നെയാണ് BJP-യുടെ നീക്കം. NGO-കളെ കൂട്ടിപ്പിടിച്ച് വിദേശ രാജ്യത്തിൽ നിന്ന് ഭാരതത്തെ അപമാനിച്ചതും വിദേശത്ത് നിന്ന് ഇന്ത്യക്കെതിരെ ഓരോ കരുനീക്കങ്ങൾ നടത്തുന്ന രാജ്യദ്രോഹികളുമായും വിഘടനവാദികളുമായും അതുപോലെ തന്നെ ഖലിസ്ഥാൻ തീവ്രവാദികളുമായും രാഹുൽ ഗാന്ധിയുടെ ബന്ധമടക്കം രാജ്യത്ത് വലിയ തോതിൽ കലാപം സൃഷ്ടിക്കാൻ ഒരു നീക്കം തന്നെയാണ്. പാകിസ്ഥാനുമായി കൂട്ടിപ്പിടിച്ച് പാകിസ്ഥാൻ തീവ്രവാദികളെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു കലാപം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്നു എന്നത് പലതവണ തെളിവ് സഹിതം പുറത്തു വന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനിൽ നിന്ന് കള്ളനോട്ടുകൾ എത്തുന്നതും അതുപോലെ തന്നെ ചിദംബരത്തിന്റെ കാലഘട്ടത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ കള്ളനോട്ട് അടിച്ചതും അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഒരു പെട്ടി നിറയെ ഒരു ബോക്സ് നിറയെ മാമ്പഴങ്ങൾ എത്തിയതെല്ലാം രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ നീക്കങ്ങളും തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാണ് BJP ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓരോ നീക്കങ്ങളും അന്വേഷണത്തിന്റെ ആ ഒരു മാപ്പിലേക്ക്, ആ ഒരു ഗ്രാഫിലേക്ക് കൊണ്ടുവരാൻ BJP ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്.